അത് നമ്മുടെ ഫങ്ഷനിങ് ആരംഭിച്ചപ്പോൾ തന്നെ കൊമേഴ്സ്യലി വയബിളായി എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ റിട്ടേൺ എല്ലായിടത്തും പരിശോധിക്കുമ്പോഴും ഓണർഷിപ്പിൻ്റെയും ഉള്ളടക്കവും നമുക്കിപ്പോൾ 1,47,000 കണ്ടെയ്നർ വന്നു നമ്മൾ കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മുടെ എയിം അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്നുള്ളതാണല്ലോ അത് സ്ഥിരീകരിക്കുന്നത്. പിന്നെ നമുക്കതിന് വേണ്ടിയിരുന്ന സാങ്കേതികമായ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറിലെ ഉള്ളടക്കങ്ങൾ അവിടെ ബ്രേക്ക് വാട്ടർ 3000 മീറ്റർ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ആ 3000 മീറ്റർ നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മുടെ ബർത്ത് 8 മീറ്റർ ആയിരുന്നു, അത് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ISPS കോഡ് അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യമായ ഗോഡൗൺ ഫെസിലിറ്റി, കസ്റ്റം സൗകര്യങ്ങൾ, ആ ഫെസിലിറ്റികൾ, അത്തരം കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോർട്ടിൽ വരേണ്ട സംവിധാനങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ആവശ്യമായ ക്രെയിൻ സർവീസ് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 32 വന്ന കാര്യങ്ങൾ അതെല്ലാം നേരത്തെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസുമായി ബന്ധപ്പെട്ടതല്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് റെയിൽവേ കണക്ടിവിറ്റിയും ദെൻ റോഡ് കണക്ടിവിറ്റിയാണ്. അതിൽ റെയിൽവേ കണക്ടിവിറ്റിക്ക് 10.7 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള റെയിൽവേ പാതയാണ് ബാലരാമം മുതൽ വിഴിഞ്ഞം വരെ. അത് 9.2 നമ്മൾ തുരങ്കപാതയാണ്. അതിപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ സർവേ നടത്തി കൊങ്കൺ റെയിൽവേ ഇപ്പോൾ DPR തയ്യാറാക്കി സെൻട്രൽ റെയിൽവേ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും കഴിഞ്ഞിരുന്നു. ഇനി ആ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നു വരികയാണ്. അത് സംബന്ധിച്ച് അവസാന തീരുമാനമാകുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഇപ്പം ഞങ്ങൾ കൂടിയ മീറ്റിംഗ് റോഡ് കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് NHAയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അദാനിയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. എല്ലാം കൂടി ചേർന്ന് ഇന്നിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കാൻ അടുത്ത ക്യാബിനറ്റിലേക്ക് ഫയൽ കൊടുക്കാൻ തീരുമാനിച്ചു. എന്തോ അതെ അതുൾപ്പെടെ അതിനകത്ത് ഒരു 4 ക്ലോറലിഫ് വേണ്ടി വരും എന്നുള്ളതാണ് പ്രപ്പോസൽ. അതിന് വീണ്ടും ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരും. നമുക്ക് തെക്കുന്നും വടക്കുന്നും തിരുവനന്തപുരം സൈഡിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പോകുന്നത് സംബന്ധിച്ചും തെക്കൻ സൈഡിലേക്ക് പോകേണ്ടത് സംബന്ധിച്ചും രണ്ടിനും ഈ നാറ്റ്പാക്കിനെയും റോഡ് സേഫ്റ്റി അതോറിറ്റി എല്ലാം കൂടി ബന്ധപ്പെടുത്തി സയൻറ്റിഫിക്കായി തന്നെ എന്നുവെച്ചാൽ വലിയ കണ്ടെയ്നറാണല്ലോ, അത് വന്ന് തിരിയണമെങ്കിൽ എവിടെയൊക്കെ U-turn വേണം, ഏതൊക്കെ രൂപത്തിൽ പോകണം എന്നൊക്കെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം അവരുടെ കൂടെ അനിവാര്യമാണ്. അപ്പോൾ അവരുടെ കൂടെ കൂട്ടി ഒരു മീറ്റിംഗ് കൂടെ വിളിക്കാൻ തീരുമാനിച്ചു. ഇന്നിപ്പോൾ ഏതായാലും ഭൂമി ഏറ്റെടുക്കൽ നടപടിയായിട്ട് ത്വരിതഗതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ വന്ന പ്രപ്പോസൽ പൊതുവിൽ അതിൻ്റെ അലൈൻമെൻറ്റ് അംഗീകരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഉണ്ട്. ആ കാര്യത്തിലെല്ലാം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സാമൂഹ്യ ആഘാത പഠനം ഞാനൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതിൽ വരും ഈ വിഷയം. അവിടെയുള്ള ആളുകൾക്ക് വരുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചു പോകാൻ പര്യാപ്തമായ നിർദ്ദേശങ്ങളാണ് സാമൂഹ്യ ആഘാത പഠനത്തിൽ വരുന്നത്. അത് പരിഗണിക്കും, അംഗീകരിക്കും. അത് അവരെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് കൊടുക്കേണ്ട ഭൂമിയുടെ വില അവരുമായി നെഗോഷിയേറ്റ് ചെയ്യും. അതെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ കാര്യത്തിൽ ഒന്നും തർക്കം വേണ്ട. ഇപ്പോൾ അതിൽ റെയിൽവേ കണക്ടിവിറ്റിക്ക് നമുക്കുള്ള ഒരു ഗുണം, അതിൽ 70% സ്ഥലവും റോഡിൻ്റെ അടിയിൽ കൂടി തന്നെയാണ് റെയിൽവേ കണക്ടിവിറ്റി വരുന്നത്. അപ്പം നമുക്ക് മറ്റു രൂപത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്കൊരു 5.5 ഹെക്ടർ സ്ഥലമുണ്ടെങ്കിൽ തീരും. അതേസമയത്ത് മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ ആലോചിച്ചപ്പോൾ 27.50 ഹെക്ടർ സ്ഥലം വേണ്ടി വരും. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ലാൻഡ് അക്വിസിഷനായിട്ട് വരുന്നു, ഒരുപാട് വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം ഇല്ലാതാകുന്ന രൂപത്തിലാണ് ഇപ്പോൾ റെയിൽവേ കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഇനി തുടർന്ന് അതിൻ്റെ അക്വിസിഷൻ നടപടിയായിട്ട് പോകാൻ വേണ്ടിയുള്ള ജനപ്രതിനിധികളൊക്കെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, അതിൽ ഇത് തന്നില്ല എന്ന് വിചാരിച്ച് പോർട്ട് മുന്നോട്ട് പോകാതിരിക്കില്ല. ഇപ്പം പ്രശ്നം നമുക്ക് അനുവദനീയമാണ്, ഔദാര്യമല്ല, അവകാശമാണ്. ആ അവകാശത്തെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രാലയത്തിന് കത്തയച്ചു, മന്ത്രിക്ക് തന്നെ കത്തയച്ചിരുന്നു. അത് കത്തയക്കുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം, കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്തതാണ് വിഴിഞ്ഞത്തിന് 817.80 കോടി രൂപ കൊടുക്കണം എന്നുള്ള കാര്യം. അത് അങ്ങനെ പറഞ്ഞതിന് കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ആണ് നമ്മളിത് കൊടുത്തിരുന്നത്. മാത്രമല്ല അതിനകത്ത് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്ന, തൂത്തുക്കുടിക്ക് 1114 കോടി രൂപ കൊടുക്കുമ്പോൾ അതിന് വേറൊരു കണ്ടീഷനുമില്ല, അത് ലോണുമല്ല. നമ്മുടേതിന് മാത്രം കണ്ടീഷൻ വരുന്നു, ലോൺ വരുന്നു. തിരിച്ചടവിന് ഏതാണ്ട് നമുക്കിപ്പോൾ
717.80 കോടി തന്നാൽ നമ്മൾ തിരിച്ച് 12,000 കോടി അടയ്ക്കേണ്ടതാണ് കണക്ക് വെച്ച് കൂട്ടിയപ്പോൾ മനസ്സിലാവുന്നത്. അത് നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൊടുത്തിരുന്നത്. ഏതായാലും അതിനകത്ത് ഇപ്പോൾ വന്ന മറുപടിയിൽ അത് ലോണായി തന്നെ അനുവദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണ്, നമ്മളോടുള്ള ഒരു വിവേചനമായിട്ടാണ് നമ്മളതിനെ കാണുക. വീണ്ടും ഈ കാര്യത്തിൽ എന്ന് വിചാരിച്ച് കേന്ദ്രവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം അല്ലാതെ മറ്റു രൂപത്തിൽ നമ്മൾ എടുക്കാനല്ല. പക്ഷേ നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കുന്നു. ആ കാര്യത്തിൽ വീണ്ടും നമ്മളിത് നമുക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ആവശ്യം ഉന്നയിക്കും. പാർലമെൻറ്റിലും ഇത് ഉന്നയിക്കപ്പെട്ടു. നമ്മുടെ എംപിമാർ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. നമ്മൾ ഈ കാര്യം നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. അപ്പോൾ ഈ കാര്യം നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണത്. ആ 817.80 കോടി രൂപ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലും അത് പെടുത്തും. നമ്മളേതായാലും ഇതിൽ ഭാവിയിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ ഇപ്പം നമുക്കൊരു വലിയ കമ്മീഷനിങ് ഡേറ്റ് നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതടുത്ത ദിവസം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് ഉദ്ഘാടനം കമ്മീഷൻ ചെയ്യുന്നൊരു ഡേറ്റ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് സമയം ചോദിക്കും. അതനുസരിച്ച് കിട്ടുന്ന മുറയ്ക്ക് അത് നടത്താനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ വീണ്ടും പെടുത്തുക. നമ്മുടെ സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ അവകാശം ചോദ്യത്തിനൊരു കുറവും വരരുതല്ലോ. നമ്മൾ ചോദിക്കാഞ്ഞിട്ട് തരാതിരുന്നു എന്നുള്ള രൂപത്തിൽ വരരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും നമ്മുടെ ശ്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്തോ അത് അങ്ങനെയല്ല, നമ്മളിതുവരെ ആ ഒരു രൂപത്തിലേക്കൊന്നും ഇതിനെ കണ്ടിട്ടില്ല. ചില ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉദ്ദേശമുണ്ടോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയ വലിയ ശ്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, ആദ്യഘട്ടത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ ഒന്ന് റോ മെറ്റീരിയലിൻ്റെ അഭാവം വന്നു. നമുക്ക് കരിങ്കല്ല് കിട്ടുന്നതിനുള്ള വിഷമങ്ങൾ വന്നു. അത് തമിഴ്നാട്ടിൽ നിന്നാണ് പിന്നെ ഇടപെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശക്തമായ ഇടപെടൽ മുന്നോട്ട് വന്നു. അങ്ങനെ കിട്ടി. പിന്നെ നമ്മുടെ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഓഖി ദുരന്തം വന്നപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വന്നു. അതേപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ നമുക്ക് നിർമ്മാണ പ്രവർത്തനം നിൽക്കേണ്ടി വന്നു. ഇങ്ങനെ നാനാതരത്തിലുള്ള പ്രകൃതിദത്തവും അല്ലാത്തതുമായ പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഉയർന്നു വന്നു. അതിനെ തുടർന്ന് ഏറ്റവും അവസാനം സമരം. നിങ്ങൾ ഓർക്കും, നിങ്ങളെല്ലാം നന്നായി റിപ്പോർട്ട് ചെയ്താണല്ലോ. ആ സമരം യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും മെയ്വഴക്കുമല്ലായിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കുമായിരുന്നു? പോലീസ് സ്റ്റേഷൻ തല്ലി തകർത്തും മറ്റ് ബഹളങ്ങളും അവരെ ആക്രമിച്ചും ഒക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു ലാത്തിച്ചാർജോ ഒരു വെടിവെപ്പോ ഒന്നും ഉണ്ടാവാതെ തികഞ്ഞ സംയമനത്തോടെ സഹിഷ്ണുതയോടെ സമയത്തതയോടെ ആ പ്രശ്നം സംസ്ഥാന ഗവൺമെൻറ് കൈകാര്യം ചെയ്തു. വിശേഷിച്ചും മുഖ്യമന്ത്രി ആ കാര്യത്തിലെടുത്ത നിലപാടുകൾ അങ്ങേയറ്റം അഭിനന്ദനാപരവും മാതൃകാപരമായിരുന്നു. അങ്ങനെ നിന്ന് നടത്തിയ നല്ല പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അതിൽ മീഡിയ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായ സന്തോഷപൂർവ്വം അതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ കമ്മീഷനിങ് നിമിഷത്തിലേക്ക് കടന്നു വരുന്നു. ഇന്നലെ കൊണ്ട് നമ്മുടെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. തുടർന്ന് നമുക്ക് കമ്മീഷൻ ഡേറ്റ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ഇവിടെ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കും. ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. ഇതാണ് പൊതുവിൽ ഇന്ന് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത് പരിശോധിച്ച IITയുടെ ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ കറുപ്പയ്യ അദ്ദേഹമാണ് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തത് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അവർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.